എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 48, 49, 50 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠുപ്പ് വൃത്തം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അക്രൂരൻ വന്നു, അമ്പാടിയിലെത്തി, ഭഗവാനും ബലരാമേട്ടനും ശ്രീകൃഷ്ണനും കൂടി പോയിട്ട് അക്രൂരനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയാണ്. ഇനി എന്താണ് അക്രൂരൻ ശ്രീകൃഷ്ണനെ കണ്ടതിലുള്ള സന്തോഷം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. 48ാമത്തെ ശ്ലോകം ആദ്യം ചൊല്ലാം. രചിതാഞ്ജലിരക്രൂരോ ഭക്ത്യാ പരവശീകൃത ബാഷ്പഗദ്ഗതയാ വാചാ വ്യാജഹാര ജഗത്പതിം. ആദ്യം പദച്ഛേദം പറയാം. രചിതാഞ്ജലി അക്രൂര ഭക്ത്യാ പരവശീകൃത ബാഷ്പഗദ്ഗതയാ വാചാ വ്യാജഹാര ജഗത്പതിം. ആദ്യത്തെ ഒരു വാക്കിൽ മാത്രമേ ഉള്ളൂ പദച്ഛേദം ചെയ്യാൻ. ഇവിടെ അക്രൂരൻ ഭഗവാന്റെ മുമ്പിൽ നമ്രശിരസ്കനായിട്ട് തൊഴുതു പിടിച്ചുകൊണ്ട് പറയുകയാണ് എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. രചിത അഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകൈയാണ്. കൂപ്പുകൈ നടത്തിയിട്ട്, അതായത് 2 കൈയും കൂട്ടിപ്പിടിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് അക്രൂരൻ. കൈകൾ കൂപ്പിക്കൊണ്ടും ഭക്തിയാ പരവശീകൃത, ഭക്തി അധികമായതുകൊണ്ട് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുന്നത് പോലെ, എങ്ങനെയാണ് തൻ്റെ ഭക്തി പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട്, എങ്ങനെയായാലാണ് ഭഗവാൻ പ്രസാദിക്കുക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് വല്ലാത്ത ഒരു പരവശത അത് അക്രൂരന് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതാണ് പരവശീകൃത. വർദ്ധിച്ചു വന്ന ഭക്തി കൊണ്ട് വല്ലാതെയായി ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് വല്ലാത്ത വിനയം, നമ്രത ഒക്കെ വന്നു ചേർന്നു. അതാണ് ഇവിടെ പറഞ്ഞ പരവശീകൃത. മറ്റൊരാളുടെ വശത്താവുക എന്നാണ് പരവശീകൃത എന്നുള്ള വാക്കിനർത്ഥം. അതായത് ഭഗവാന്റെ വശത്തായി അക്രൂരൻ. അതാണ് ഭക്തിയാ പരവശീകൃത അക്രൂര. ബാഷ്പഗദ്ഗതയാ വാച, ബാഷ്പഗദ്ഗതത്തോട് കൂടിയിട്ട്, അതായത് വാക്കുകൾ മുറിഞ്ഞുപോയി. ശ്രീകൃഷ്ണനോട് സംസാരിക്കുമ്പോൾ അക്രൂരൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീരിങ്ങനെ ഒഴുകുണ്ടായിരുന്നു. ആ കണ്ണീരെന്ന് പറയുന്നത് സങ്കടം കൊണ്ടല്ല, ഭക്തിയുടെ ആധിക്യം കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണീരൊഴുക്കുമ്പോൾ, കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി വരുമ്പോൾ വാക്കുകൾ പറയണതും വ്യക്തമാവില്ല, തൊണ്ടയ്ക്ക് വല്ലാത്ത തടസ്സവും അനുഭവപ്പെടും. കണ്ഠസ്തംഭിത ബാഷ്പവൃത്തി കലുഷശ്ചിന്ത ജഡം ദർശനം എന്ന കണ്ണൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട്. അതായത് ശകുന്തളയെ, ഗർഭിണിയായിട്ടുള്ള ശകുന്തളയെ ദുഷ്യന്തൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള വ്യഥ, അച്ഛനമ്മമാരുടെ ഒരു വേദന, അതാണ് അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ കണ്ണ് മാത്രമല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല സംഭവിക്കുന്നത്, തൊണ്ടയൊക്കെ അടഞ്ഞു പോവും. അതാണിവിടെ ആ ഭക്തി കൊണ്ടുണ്ടായ ചില മാറ്റങ്ങളാണ്. അതാണിവിടെ പറയുന്നത്. ബാഷ്പഗദ്ഗതയാ വാച, കണ്ണുനീര് പ്രവഹിക്കുന്നത് കൊണ്ട് ഇങ്ങനെ വിക്കി ഗദ്ഗതത്തോട് കൂടിയിട്ട് മുറിഞ്ഞു പോകുന്ന വാക്കുകളോട് കൂടിയിട്ടാണ്. അതാണ് ഗദ്ഗതയാ വാച ജഗത്പതിം വ്യാജഹാര. ജഗത്പതിയായിട്ടുള്ള, ത്രിലോകത്തിനും പതിയായിട്ടുള്ള ശ്രീകൃഷ്ണനോട് ഇപ്രകാരം അക്രൂരൻ പറഞ്ഞു. കണ്ണുനീരൊഴുകണത് കൊണ്ട് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഇതിൽ നവധാഭക്തിയിലെ ആത്മസമർപ്പണത്വം, അതാണ് ഇവിടെ വ്യക്തമായിട്ട് സുകുമാരകവി പറയണത്. അക്രൂരൻ്റെ ഭക്തിയുടെ ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥ തന്നെ സമർപ്പിക്കുക. അതുകൊണ്ടാണ് താനെന്ന ഭാവമില്ലാതെയായിട്ട് പരവശനായി തീർന്നു, ശ്രീകൃഷ്ണൻ്റെ മാത്രം ഒരു ഭാഗമായി തീർന്നു അക്രൂരൻ. സ്വയം താൻ ആരാണ് എന്നുള്ളത് പോലും മറന്നുപോയി എന്നാണ് കവി ഇവിടെ പറയണത്. നമുക്ക് 49ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഉപചാരമിദം മന്യേ യത്ക്ഷേമമനുയുജ്യത്തെ കഥം नु കുശലീ ന സ്യാം ത്വയി രക്ഷിതരി സ്ഥിതേ. പദച്ഛേദം പറയാം. ഉപചാരം ഇദം മന്യേ യത് ക്ഷേമം അനുയുജ്യത്തെ കഥം नु കുശലീ ന സ്യാം ത്വയി രക്ഷിതരി സ്ഥിതേ. വളരെ കുറച്ച് തന്നെയുള്ളൂ ഇവിടെയും പദച്ഛേദം പറയാൻ. ഉപചാരമിതം ക്ഷേമമനുയുജ്യതേ കഥം नु എന്നിങ്ങനെ 3 സ്ഥലങ്ങളിൽ. അക്രൂരനോട് കൃഷ്ണൻ ചോദിച്ചു, സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് യത് ക്ഷേമം അനുയുജ്യതേ തദിദം ഉപചാരം. യത്, അങ്ങ് യാതൊന്നാണോ എന്നോടിപ്പോൾ ചോദിച്ചത്, അതാണ് യത്. എന്താണ് ചോദിച്ചത്? ക്ഷേമം അനുയുജ്യതേ. ക്ഷേമം എന്ന് പറഞ്ഞാൽ സൗഖ്യം, സുഖം തന്നെയല്ലേ എന്നുള്ള ചോദ്യത്തിനെയാണ് അനുയുജ്യതേ. അങ്ങ് എന്നോട് ഇപ്പോൾ ചോദിച്ചുല്ലോ സുഖം തന്നെയല്ലേ എന്നുള്ളത്, ആ ചോദ്യം.
അതാണ് യത് ക്ഷേമം അനുയുജ്യതേ തദിദം, അതാകട്ടെ ഉപചാരം, വെറുതെ ഉപചാരത്തിന് ചോദിച്ചതല്ലേ. അങ്ങ് എന്നോടിപ്പോൾ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചത് ഒരു ഉപചാരവാക്കല്ലേ, യഥാർത്ഥത്തിൽ ഉള്ളിൽ തട്ടി പറയണതൊന്നും അല്ലല്ലോ, എന്നോട് ചോദിക്കാൻ വേണ്ടി ചോദിക്കണതല്ലേ സുഖമല്ലേ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് എന്നാണെങ്കിൽ, ത്വയി രക്ഷിതരി സ്ഥിതേ കുശലീ കഥം नु न സ്യാത്. ത്വയി രക്ഷിതരി സ്ഥിതേ, അങ്ങ് രക്ഷിതാവായിട്ട് ഇവിടെ ഉള്ളപ്പോൾ, സതി സപ്തമി, ത്വയി രക്ഷിതരി സ്ഥിതേ, ഈ ലോകത്തിൻ്റെ മുഴുവനും രക്ഷിതാവായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ ഉള്ളപ്പോൾ, കുശലീ കഥം नु न സ്യാം, ഞങ്ങളെങ്ങനെ കുശലമില്ലാത്തവരായിരിക്കും. കുശലീ കഥം नु न സ്യാം, ന സ്യാം എന്ന് വെച്ചാൽ ഇല്ലാത്തവരായി തീരും. കുശലികളാവാത്തവർ ആരാണുള്ളത്? ഭഗവാൻ ഇവിടെ രക്ഷിക്കാൻ, ലോകത്തെ മുഴുവനും രക്ഷിക്കാനും പ്രജകൾക്കൊക്കെ സൗഖ്യം പ്രദാനം ചെയ്യാനും വേണ്ടി ഇവിടെ അവതരിച്ചതിന് ശേഷം പിന്നെ ആർക്കാണ് ഇവിടെ ഒരു ദുഃഖമുണ്ടായിട്ടുള്ളത്? അതാണ് കുശലത്തിനെ പറ്റിയിട്ട് വെറുതെ അങ്ങ് ചോദിക്കുകയല്ലേ, അങ്ങേക്ക് അറിയാലോ എല്ലാവർക്കും സുഖമാണെന്നുള്ളത്. അതിന് കാരണം അങ്ങ് തന്നെയാണ്. അതാണ് കാവ്യലിംഗം, സമർത്ഥനീയസ്യ അർത്ഥസ്യ കാവ്യലിംഗം സമർത്ഥനം എന്ന് പറയും. ഇവിടെ എല്ലാവർക്കും സുഖമാണ്, അതിന് കാരണം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അത് ഒന്നും കൂടി എടുത്തു പറയുകയാണ് ചെയ്യണത്. അങ്ങ് രക്ഷിതാവായിട്ടുള്ളപ്പോൾ പിന്നെ എന്തൊരു ദുഃഖമാണ് മറ്റുള്ളവർക്കുള്ളത്, ഭക്തന്മാർക്ക് എന്തൊരു അസുഖമാണ് അല്ലെങ്കിൽ ദുഃഖമാണുള്ളത്, ഒന്നുമില്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ എന്നുള്ള ഒരു വ്യംഗ്യമാണ് അവിടെ വരണത്. നമുക്ക് 50-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇഹ പ്രേഷയതാ രാജ്ഞാ കൃതം മേ സുകൃതം മഹത് യദാലോകിഷിനാഥത്വാം അവാങ് മനസഗോചരം. ആദ്യം പദച്ഛേദം പറയാം. ഇഹ പ്രേഷയതാ രാജ്ഞാ കൃതം മേ സുകൃതം മഹത്. ആദ്യത്തെ 2 വരിയിലും ഒരു സന്ധിച്ഛേദവും ചെയ്യാനില്ല. യത് ആലോകിഷി, യദാലോകിഷി അവിടെ വരുന്നുണ്ട്. നാഥ ത്വാം അവാങ് മനസഗോചരം. അപ്പോൾ ആകെ 2 സന്ധിച്ഛേദേ ചെയ്യാനുള്ളൂ 3-ാമത്തെയും 4-ാമത്തെയും വരിയിൽ. അപ്പോൾ ഇവിടെ അന്വയം പറയേണ്ടത് ഇങ്ങനെയാണ്. നാഥ, ഇവിടെ അക്രൂരൻ ഭഗവാനെ സംബോധന ചെയ്യാണ്. ലോകത്തിന് മുഴുവനും നാഥനായിരിക്കുന്ന ഭഗവാനെ ശ്രീകൃഷ്ണ. ഇഹ പ്രേഷയതാ രാജ്ഞ, എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചവനായ രാജാവിനാൽ. ഇവിടേക്ക് പറഞ്ഞയച്ച രാജാവ് കംസനാണല്ലോ. നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നുമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, എങ്കിലും എന്നെ പറഞ്ഞയച്ചു എന്നുള്ളത് കൊണ്ട്. അതാണ് ഇഹ പ്രേഷയതാ രാജ്ഞ മേ, ആ രാജാവിനാൽ എനിക്കായിക്കൊണ്ട്, മഹ്യം മേ എനിക്കായിക്കൊണ്ട്, മഹത് സുകൃതം കൃതം, വലിയൊരു സത്കർമ്മമാണ് ചെയ്തു തന്നത് എനിക്ക് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ കംസൻ വളരെ വലിയ ക്രൂരനായിട്ടുള്ളൊരു രാജാവാണ്. ആർക്കും നന്മ വരണമെന്ന് ഉദ്ദേശിക്കുന്ന ആളല്ല. കാരണമൊന്നുമില്ലാതെ തന്നെ ആൾക്കാരെ ആക്രമിക്കുകയും വധിക്കുകയും ബ്രാഹ്മണർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും ഞാൻ ആ കംസനെ ഇപ്പോൾ വന്ദിക്കുന്നു, കംസനോട് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അക്രൂരൻ പറയണത്. അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന് തോന്നിയത് എന്നെ ഇങ്ങോട്ട് വിടാനാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റി, ശ്രീകൃഷ്ണനെ നേരിട്ട് കാണാനും പറ്റി. ചിലപ്പോൾ മധുരയിലേക്ക് വന്നതിന് ശേഷം കാണാൻ പറ്റുമായിരിക്കും. അതിനേക്കാളും വലിയൊരു ഭാഗ്യമാണല്ലോ ശ്രീകൃഷ്ണൻ കളിച്ച് നടക്കുന്ന സ്വന്തം ഗൃഹത്തിൽ പോയിട്ട് ശ്രീകൃഷ്ണനെ കാണാൻ പറ്റുക എന്നുള്ളത്. മാത്രമല്ല അക്രൂരന് ശ്രീകൃഷ്ണനെ കാണണമെന്നുള്ള മോഹം കലശലായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കംസനെ പേടിച്ചിട്ട് പോയില്ല എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്താണ് കംസൻ തന്നെ അക്രൂരനെ അമ്പാടിയിൽ പോയിട്ട് ശ്രീകൃഷ്ണനെ കാണാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെയുള്ള ഏർപ്പാട് നടത്തുന്നത്. അപ്പോൾ കംസനെ പറ്റിയിട്ട് അക്രൂരൻ പറയാണ്, ആ കംസൻ ദുഷ്ടനാണെങ്കിൽ പോലും എനിക്ക് വളരെ വലിയൊരു ഉപകാരമാണ് ചെയ്തു തന്നത്. അതാണ് രാജ്ഞാമേ മഹത് സുകൃതം കൃതം. യത് എന്തുകൊണ്ടെന്നാൽ അവാങ് മനസഗോചരം ത്വാം ആലോകിഷി, ഞാൻ അങ്ങയെ കണ്ടുവല്ലോ, അതന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അതെന്താണ്, എങ്ങനെയുള്ള ആളാണ് അങ്ങ് എന്നാണെങ്കിൽ, അവാങ് മനസഗോചരം, വാക്കിനും മനസ്സിനും ഗോചരമാവാത്തവൻ, അതാണ് അവാങ് മനസഗോചരം. വാക്കുകൾ കൊണ്ടും വേണ്ടതുപോലെ വർണ്ണിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ടും വേണ്ടതുപോലെ ആരാധിക്കാൻ പറ്റില്ല. അതിന് കാരണം ഭഗവാൻ ആ മനസ്സിനും അതുപോലെ വാക്കിനും ഒന്നും പിടികൊടുക്കാറില്ല എന്നുള്ളത് തന്നെ അനുഭവിച്ച് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അത് എഴുതി ഫലിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ വരും. അതുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുമ്പോഴും ചില പോരായ്മകളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന, വാക്കുകൾക്കും മനസ്സിനും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്നവനായിട്ടുള്ള അങ്ങയെ
ആലോകിഷി, എനിക്ക് കാണാൻ സാധിച്ചുല്ലോ, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യല്ലേ. അതിന് കാരണക്കാരനായത് കംസനാണല്ലോ. കംസൻ ഇല്ലാഞ്ഞാൽ, കംസൻ ആയിരുന്നില്ല അവിടുത്തെ രാജാവ് എന്നുണ്ടെങ്കിൽ അക്രൂരനെ ഇപ്പോൾ ഇവിടേക്ക് വിടില്ല. കാണാൻ തന്നെ പറ്റുമോ ശ്രീകൃഷ്ണനെ എന്നുള്ളത് അറിയാൻ പറ്റില്ല. പക്ഷേ കംസൻ്റെ പേടി കാരണം പലതും ചിന്തിച്ചിട്ട് അക്രൂരനെ ഒരാളെ വിട്ടാൽ ശ്രീകൃഷ്ണൻ തീർച്ചയായിട്ടും വരും എന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണ് അക്രൂരനെ ഈ അമ്പാടിയിലേക്ക് പറഞ്ഞയച്ചതും അക്രൂരൻ ശ്രീകൃഷ്ണനെ നേരിട്ട് മാംസചക്ഷുസ്സുകൾ കൊണ്ട് കണ്ടതും. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. രചിതാഞ്ജലിരക്രൂരോ ഭക്ത്യാ പരവശീകൃത ബാഷ്പഗദ്ഗതയാ വാചാ വ്യാജഹാര ജഗത്പതിം ഉപചാരമിദം മന്യേ യത്ക്ഷേമമനുയുജ്യത്തെ കഥന്നു കുശലീ ദസ്യാം ത്വയി രക്ഷിതരിസ്ഥിതേ ഇഹ പ്രേഷയതാ രാജ്ഞാ കൃതം മേ സുകൃതം മഹത് യദാ ലോകിഷിനാഥത്വാം അവാങ്മനസഗോചരം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.